Hi everyone, welcome back to my YouTube channel. Good evening. I hope you are doing well. So, in this video, we are discussing about very important topic from UGC Net Paper 1, that is People Development and Environment. It's a very important topic. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പി ഡി എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. നമ്മളന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10/10 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനപ്പോൾ ഒരു പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മേക്ക് ഷുവർ യു വാച്ച് ദിസ് വീഡിയോ ടിൽ ആൻഡ്. നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഞാനൊരു ആ യൂണിറ്റിൻ്റെ സിലബസിലുള്ള യൂണിറ്റിനെ ഒരു ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തവർ ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം ഓരോ പാർട്ടായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് അറിയാം, ഇറ്റ്സ് എ ഇംപ്രൂവ്മെന്റ് ഇൻ ഹ്യൂമൻ വെൽബീങ്, എക്കണോമിക്കൽ ഗ്രോത്ത്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എക്സെട്ര എക്സെട്ര. മേജർ ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. സോ അപ്പാർട്ട് ഫ്രം വി ആർ ഓൺലി ഫോക്കസ്ഡ് ഓൺ ദ എക്കണോമിക്കൽ ഗ്രോത്ത്, ഇഗ്നോറിങ് എൻവയോൺമെന്റൽ കോൺസിക്വൻസ്. നമ്മൾ ഓൺലി ഇപ്പം നമ്മൾ ഈ ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ ഓൺലി എക്കണോമിക്കൽ ഗ്രോത്ത് മാത്രമാണ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ എൻവയോൺമെന്റിൽ അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസ് നോക്കുന്നില്ല. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്നത് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, റിസോഴ്സ് ഡിപ്ലീഷൻ, എൻവയോൺമെന്റൽ ഒരുപാട് ഇഷ്യൂസ് ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്. സോ നെക്സ്റ്റ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഈ രണ്ട് ടോപ്പിക്സും. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഇസ് സെറ്റ് ഓഫ് 8 global goals established by the United Nations in 2000. It's also part of the Millennium Declaration by 189 countries signed. Its main aim to reduce poverty and improve human development by the year 2015. So in this picture, main goals, 8 goals are shown. First is eradicate poverty. Second, achieve universal primary education. Third, promote gender equality. 4, child mortality. 5, maternal health. Combat HIV/AIDS. 7, ensure environmental sustainability. And 8, global partnership. സോ ഞാൻ ഈ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൻ്റെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. Sustainable Development Goals is a set of 17 global goals, okay, by the United Nations in 2015. It's a part of 2030 Agenda for Sustainable Development. Okay, it's mainly focusing on the economical growth, balancing development, and social inclusion and environmental protection. ഇതിനൊക്കെയാണ് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ 17 ഗോൾസ് എന്തൊക്കെയാണെന്ന് രണ്ടും ഏകദേശം സെയിം പാറ്റേൺ ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം രണ്ടും ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, എന്തായാലും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. നമുക്ക് സെക്കൻഡ് ആയിട്ട് നോക്കാം, ഹ്യൂമൻ എൻവയോൺമെന്റൽ ഇൻട്രാക്ഷൻ. നമുക്കറിയാം ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് മേജറായിട്ട് ആന്ത്രോപോജനിക്കൽ ആക്ടിവിറ്റീസിലൊക്കെയാണ് അല്ലേ. അതായത് ആ ഒരു ഇൻട്രാക്ഷനിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഡിഫോറസ്റ്റേഷൻ, അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് ഈ ഒരു ആക്ടിവിറ്റീസിൽ കൂടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ കൂടെ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, പൊല്യൂഷൻ, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബേണിംഗ് ഫോസിൽ ഫ്യൂസ് ബേൺ ചെയ്യുന്നതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ലേറ്റ് ടു ദ ഗ്ലോബൽ വാർമിംഗ് അല്ലെ. ഇങ്ങനെയാണ് ഓരോ ഇഷ്യൂസും ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിൽ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ്, എയർ പൊല്യൂഷൻ. So pollution means എന്താ? Pollution is the harmful substances, any harmful substances that introduced in the environmental that affect the environment അല്ലേ. എന്തെങ്കിലും ഒരു കണ്ടാമിനായിട്ടുള്ള പൊല്യൂട്ടൻസ് എൻവയോൺമെന്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്തായിരിക്കും? ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് കോൺസെൻട്രേഷൻസ് ദാറ്റ് ആർ ഡേഞ്ചറസ് ടു ദ ലിവിങ് ഓർഗാനിസംസ് ഇൻ ദ എൻവയോൺമെന്റ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മേജർ ആയിട്ട് നോർമൽ എയറിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് നൈട്രജൻ 78%, ഓക്സിജൻ 21% ആൻഡ് അതർ ഗ്യാസസ് 1%. അപ്പോൾ ഈ ഹാർംഫുൾ ഗ്യാസസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ടൈപ്പ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഉണ്ട്, പഠിക്കണം രണ്ടും. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ
പ്രൈമറി ആയിട്ട് ഉണ്ടാവുന്നതാണ്. കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെ ഫസ്റ്റ് എമിറ്റ് ചെയ്തതും ഉണ്ടാവുന്നതാണ്. ദാറ്റ് ഈസ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഇതൊക്കെയാണ്. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇത്ര ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെയാണ്. ഓക്കെ, മറ്റേത് ഡയറക്റ്റ്ലി എമിറ്റഡ് ചെയ്യുന്നതാണ്. സെക്കൻഡറി പൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെയാണ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ, ഹൈഡ്രോളിക്സ് റിയാക്ഷൻസ് ഇതിലൊക്കെ. ഓക്കെ, ദാറ്റ് ഈസ് ഓസോൺ, പാൻ, സൾഫ്യൂരിക് ആസിഡ് ഇതൊക്കെയാണ്. ഓക്കെ, പാൻ മീൻസ് പെറോക്സിൽ അസിറ്റേറ്റ് നൈട്രേറ്റ്. ഓക്കെ, ഇതിൻ്റെ സോഴ്സസ് വെഹിക്കിൾസിൽ നിന്നൊക്കെയാണ് എമിറ്റ് ചെയ്ത് നോക്കൂ. കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഓക്സൈഡും. ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, ഹെവി മെറ്റൽസ്, ബേണിംഗ് ഫോസിൽ ഫ്യൂൾസ്. ഓക്കെ, എഫക്ട്സ് റെസ്പിറേറ്ററി ഡിസീസസ്, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മേജർ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഒരു പൊല്യൂഷൻ എടുക്കുക. അപ്പോൾ നമ്മളൊരു പൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്, എന്തൊക്കെ സോഴ്സസ് ആണ്, എന്തൊക്കെ എഫക്ട്സ് ആണ്, അതെങ്ങനെ റെമഡി ചെയ്യാം. ഓക്കെ, അതെല്ലാം പഠിക്കണം. നെക്സ്റ്റ്, വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ മീൻസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. സോഴ്സസ് എന്ന് പറയുന്നത് സീവേജ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, അഗ്രികൾച്ചർ റൺ ഓഫ്, ഇതൊക്കെയാണ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. സോ BOD ആൻഡ് BODനെ കുറിച്ചും DOനെ കുറിച്ചും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ പറയാം, BOD എന്ന് പറയുന്നത് മെഷർ ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ. എങ്ങനെയാണ് ഓർഗാനിക് പൊല്യൂഷൻസ് ഇൻ ദ വാട്ടർ ബോഡീസിൽ ഉണ്ടാവുന്നത് അതിനെ കുറിച്ചിട്ടാണ്, അതാണ് മെഷർ ചെയ്യുന്നതാണ് BOD എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂ ടു ദ കെമിക്കൽസ് മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്നാണെങ്കിലും എവറിത്തിങ് ദ കണ്ടാമിനൻസ് ആർ ഡംപ്ഡ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. ദാറ്റ് ഈസ് എൻറിച്ച്മെന്റ്, ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഉണ്ടാവുന്നു, ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവുന്നു. ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത് വാട്ടർ ബോൺ ഡിസീസസ്, അക്യൂട്ടിക്, ലൈഫ്, ഡെത്ത്. നെക്സ്റ്റ്, സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ മേജർ ആയിട്ടുള്ള കോസസ് പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹെവി മെറ്റൽസ് ഒക്കെയാണ്. ഇത് മേജർ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് റെഡ്യൂസ് സോയിൽ ഫെർട്ടിലിറ്റി, ഫുഡ് കണ്ടാമിനേഷൻ എക്സെട്ര. സോ ഇതൊക്കെയാണ് ഞാൻ മേജർ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. The next part we include other topics, important topics of PDA. So study smart, not hard. Thank you for watching the video.